നീറ്റ് പരീക്ഷ എന്ന് പറയുന്നത് രാജ്യത്തെ എത്രയധികം വരുന്ന വിദ്യാർത്ഥികളുടെ സ്വപ്നമാണ്. സത്യമാണോ നീ പറയുന്നത്? സത്യം സത്യം സത്യം. ഏതായി കുട്ടി? ഇവിടുത്തെ UDC നല്ല കുട്ടിയാ. അക്ഷരാർത്ഥത്തിൽ രാജ്യത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്നടങ്കം വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ ആരോപണങ്ങൾ? ആരോപണമല്ല, സത്യം. BJPയുടെ ഗവൺമെന്റിന്റെ സമീപനം നമുക്കറിയാം. ഞാനിത് കുറെ കേട്ടതല്ലേ, നീ അതങ്ങ് വിട്ടുകളഞ്ഞാനു. BJPയുടെ ഗവൺമെന്റിന് ആകെ ഈ രാജ്യത്ത് പ്രതിബദ്ധതയുള്ളത് സമ്പന്നന്മാരോടും കോർപ്പറേറ്റുകളോടും മാത്രമാണ്. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് രാജ്യത്തെ DYFIയും SFIയുമാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ നടത്തുന്നത്. ഈ മദർ തെരേസ ചെയ്യുന്നത് പോലെ പൂർണ്ണമായി അങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ വ്യക്തമാക്കാം. എല്ലാ കാലത്തും വിദ്യാർത്ഥികൾക്കൊപ്പവും യുവജനങ്ങൾക്കൊപ്പവും നിൽക്കുന്ന DYFIയും SFIയും കുറെ കാലമായി ഇവിടെ ദേഹമനങ്ങാതെ നിന്ന് തിന്നുവല്ലയോ, മെഴാന്നല്ലേ ഇരിക്കുന്നത്. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് DYFI മുന്നോട്ട് വയ്ക്കുന്നത്. എന്നെ കൊണ്ട് വെറുതെ നീ മാതൃഭാഷയെ തെറി പറയിപ്പിക്കല്ലേ. രാജ്യത്തെ വിദ്യാർത്ഥികളെ ക്ഷമിച്ച കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രി എങ്ങനെയാണ് ആ സ്ഥാനത്തിരിക്കാൻ ഇനിയും യോഗ്യത ആയി മുമ്പോട്ട് പോകുന്നത്? അയാൾ വന്നതിന് ശേഷമാണ് മുഴുവൻ കുഴപ്പം. പ്രിയപ്പെട്ട പോലീസുകാരാ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ DYFI ഈ സമരം നടത്തുന്നതെന്ന ബോധ്യം നിങ്ങൾക്ക് വേണം. ഈ നാട്ടിലെ സാധാരണക്കാരന്റെ മക്കൾക്ക് വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ അടികൊള്ളാൻ തയ്യാറായി നിൽക്കുന്നത്. അതിനുവേണ്ടിയാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒത്താശ നിന്നുകൊണ്ട് DYFIയുടെ പ്രക്ഷുബ്ധമായ ഈ സമര യൗവനത്തെ ലാത്തി ഉപയോഗിച്ച് അടിച്ചു തകർക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഇതൊരു വലിയ കൊടുങ്കാറ്റായി ഉയർന്നു വരുമെന്ന് മാത്രമാണ്